കരളിൻ കരളാണ് ആയിഷ ബി നിറമാണ് ആരംഭത്താവിൽ അരിമുല്ല നീതി സൗജാണ് കരളിൽ കുളിരായി വീശിടും പൊന്നിൻ കാവാണ് അറിവിന്റെ പൂവില വീശിടുന്ന കുളിരാണ് വീടിന്റെ കത്തട്ടിലിരിക്കുകയാണ്. ആ സമയമാണ് ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. മനസ്സിന്റെ ഉള്ളു മുഴുവനും സങ്കടമാണ്, വല്ലാത്ത പ്രയാസമാണ്. ആയിഷ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി ആ പെണ്ണിനരികത്തേക്കൊന്ന് ചേർത്ത് പിടിക്കുകയാണ്. ചോദിച്ചു, അല്ല മോളെ, എന്തേ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് എന്തിനാ? പ്രയാസപ്പെടുന്നത് എന്തിനാണ്? സങ്കടപ്പെടുന്ന എന്തിനാണ്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ഇനി ദുആ ചെയ്യാൻ പറയാ ഒരാളില്ല, ദുആ ചെയ്യാൻ പറയാത്തൊരു സഹാബിമാരില്ല, ദുആ ചെയ്യാൻ പറയാത്ത ഒരാളില്ല. എന്റെ വീടിന്റെ കത്തട്ടില് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വല്ലാതെ സങ്കടത്തിലാണ്. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട് വിനയപൂർവമാണ് ഈ ചരിത്രം ഞാൻ പറയുന്നത്. അവിടെ പറയുന്നു, ആയിഷ എത്രത്തോളം ദുആ ചെയ്യാൻ ആരോടൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, കാണുന്നവരോടല്ല. എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ കഴിയുന്നില്ലല്ലോ, അവരുടെ രോഗം മാറുന്നില്ലല്ലോ, മക്കള് പട്ടിണിയാണല്ലോ, മക്കള് സങ്കടത്തിലാണല്ലോ, മക്കള് ദുഃഖത്തിലാണല്ലോ, അവര് പട്ടിണി കടന്ന് കരയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? മോളെ, നീ എപ്പോഴാ നിന്റെ ഭർത്താവിന് ദുആ ചെയ്തത്? ഏത് സമയത്താ ദുആ ചെയ്തത്? ആ സമയം അവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ അവിടെ അധികമായി ചെയ്തിട്ടില്ല, അധികമായി ചെയ്തിട്ടില്ല. അവിടെ കാണുന്നവരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ സമാപനം നമ്മുടെ കണ്ണു നിറയുന്ന അതിമനോഹരമായ ചരിത്രങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ പറയുകയാണ്, ഇല്ല, അത് കുറവാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോവുകയാണ്, ഇല്ല മോളെ, പറ്റൂല, നീ അവിടെ കടന്നു പോകണം, നിന്റെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോകണം. നിനക്ക് നല്ലതുപോലെ മരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അവിടെ നിന്റെ ഭർത്താവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് ഭർത്താവ്? ലോകത്തിന്റെ മണിദീപമേ, സർവ്വരേ ആലം സർക്കാരേ മുജസ്സമ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആയിഷ ചിരിച്ചു മരിക്കണോ ആയിഷ? നെറ്റിത്തടം വിയർക്കണോ ആയിഷ? നീ നിന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ ആയിഷ എന്നവിടെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളെ, നീ നിന്റെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോയാൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മനസ്സറിഞ്ഞെന്ന് ദ്വാരക്കുമോ? അല്ലാഹുവേ, നീറുന്ന മനസ്സോടെ കടന്നു പോവുകയാണ്. അന്നത്തെ ബുധനാഴ്ച ദിവസത്തിന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാ. ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്തങ്ങ് പാരായണം ചെയ്യുകയാ. പെങ്ങളെ, നിങ്ങളും ഇത് പതിവാക്കേണ്ടതാണ്. ഇവിടെ ഷമീർ ദാരി ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു, ഒരുപാട് കഥകൾ പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് പോയാ പറ്റൂല. അവിടെ പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്ത് ഓതുകയാണ്. ആ സൂറത്തങ്ങ് ഓതിയിട്ട് നിറഞ്ഞ മനസ്സോട് ദുആ ചെയ്യാൻ ഒരുങ്ങി. ഏതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ
نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. 7 തവണ എവിടെന്ന് പാരായണം ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്. ഇവിടെ വെച്ചാണ് പാരായണം ചെയ്യുന്ന എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാലനക്കാൻ കഴിയാതെ, ശരീരമനക്കാൻ കഴിയാതെ, വെള്ളമിറക്കാൻ കഴിയാതെ ഒരുപാട് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്ന, തോട്ടങ്ങൾ ഉണ്ടായിരുന്ന മുതലാളിയായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടപ്പിലായിരിക്കുകയാണ്. മക്കള് പട്ടിണിയായിരിക്കുകയാണ്. തോട്ടങ്ങളെല്ലാം വിറ്റഴിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല. ഇനി ഒന്നും ബാക്കിയില്ലല്ലോ. അല്ലാഹുവേ 7 തവണ എന്ന് ഓതുകയാണ്. എന്റെ ഭർത്താവിന്റെ അരികത്തേക്കൊന്ന് ചെന്നിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹ്, ഞാൻ എവിടെന്ന് വന്നെന്നറിയുമോ? സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ അരികത്തുനിന്ന് വന്നതാണ്. എന്റെ ഭർത്താവ് നല്ല കച്ചവടമുള്ളവരായിരുന്നു. ഇന്നതാ സംസാരിക്കാനില്ല റബ്ബേ. അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. സങ്കടത്തിലാണ്. കൈകാലുകൾ തളർന്നു കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. എന്റെ ഭർത്താവിന്റെ സങ്കടത്തെ നീ മാറ്റണേ അല്ലാ. അവരുടെ വേദന മാറ്റണേ അല്ലാ. അവരുടെ കാലിന്റെ തളർച്ച മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന ഹൃദയത്തോട് ദുആ ചെയ്തു. എത്ര ദിവസമെന്നറിയുമോ? 3 ദിവസം വരെ തുടർച്ചയാവുകയാണ്. മഗ്‌രിബിന്റെ സമയമായാൽ അവിടെ നിന്ന് ഓടി വരികയാ. ഉദവെടുത്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് കടന്നിരുന്നിട്ട് ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് സൂറത്ത് അവിടുന്ന് ഓതിയിട്ട് ദുആ ചെയ്തു. അവിടുന്ന് ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് പോവുകയാണ്. ആയിഷ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു ആയിഷ. പക്ഷേ എന്റെ ഭർത്താവിന്റെ രോഗം മാറിയിട്ടില്ല. അവര് കരയുകയാണ്, അവര് സങ്കടപ്പെടുകയാണ്, അവര് നിലവിളിക്കുകയാണ്, അവര് വിഷമിക്കുകയാണ്. അതുകൊണ്ട് ആയിഷ വേറെ വല്ലതും പറയുമോ? അപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത മറുപടി, വേണ്ട മോളെ, കടന്നു പോവുക. നിന്റെ ഒരൊറ്റ ദുആ മതി മോളെ. നിന്റെ ഭർത്താവിന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമെന്ന് പറയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാ. എന്റെ ഭർത്താവ് കിടന്ന കട്ടിൽ നോക്കുമ്പോൾ അല്ലാഹ്, എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. എന്റെ ഭർത്താവ് എവിടെ പോയി റബ്ബേ? എന്ത് പറ്റി റബ്ബേ? എന്ത് പിണങ്ങി പോയി റബ്ബേ? എവിടെയാണെന്നറിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് കാത്തിരുന്നിട്ട് ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് എന്റെ ഭർത്താവ് എവിടേക്കാ പോയതെന്നറിയുമോ? ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ ചാരത്ത് പോയിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവൾ എത്ര സങ്കടപ്പെട്ടതെന്നറിയുമോ? എന്റെ കാല് തളർന്നപ്പോ, എന്റെ ശരീരം വേദനിച്ചപ്പോ, എന്റെ മക്കള് പട്ടിണിയായപ്പോ, എന്റെ മക്കള് ദുഃഖത്തിലായപ്പോൾ ഒരുപാട് എനിക്ക് വേണ്ടി കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് അവൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു റബ്ബേ. അതുകൊണ്ട് പടച്ചോനെ, നീ
അവൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവളുടെ രോഗം മാറ്റണേ അല്ലാ. രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അവിടത്തേക്കും ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇപ്പൊ വരാം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. ആരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞെന്ന് എനിക്കറിയില്ലല്ലോ, പക്ഷേ നിങ്ങൾ പറഞ്ഞത് എന്നോട് ദുആരക്കാനാണ്. ഞാനെങ്ങനെ മനസ്സറിഞ്ഞ് ദുആ ചെയ്തപ്പോ എന്റെ ഭർത്താവിന്റെ രോഗത്തിന് അല്ലാഹു ശമനം കൊടുത്തു. ആയിഷ അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തീർന്നില്ല, മോളെ നിന്റെ ഒരൊറ്റ ദുആ കൊണ്ട് നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഫിൽ ഖബരി മോനിസാ, അപ്പ വരാത്ത, ഉമ്മ വരാത്ത, ഭർത്താവ് വരാത്ത, സഹോദരങ്ങൾ വരാത്ത ആ ഖബറിന്റെ ഉള്ളില് ഭർത്താവിന് ദുആ ചെയ്ത ഉമ്മ, ഭർത്താവിന് ദുആ ചെയ്ത പെങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വരുന്നത് അല്ലാഹുവിന്റെ നേരം പോക്കാക്കുന്ന, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന അല്ലാഹുവിന്റെ മാലാഖമാരാണ്. അത് മാത്രവുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാ, ലാഹികം മസ്റൂറാ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നിനക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, കാര്യം നിസ്സാരമാണെങ്കിലും അത് ഗൗരവമുള്ള കാര്യമാണ് സ്വഹാബ.